ഉരുവട്ടൂരികളെ ഏറ്റവും വലിയൊരു നേതാവാണ് നമ്മളെ മഹമാക്ക. മഹമാക്ക ഒരു സാധാരണക്കാരനൊന്നുമല്ല. മഹമാക്ക ഒരു വലിയ പണ്ഡിതനും കൂടിയാണ്. മഹമാക്കാൻ്റെ സംസാരം കേട്ടാൽ അത് മനസ്സിലാകും. മഹമാക്ക ഉസ്താദ് എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റാകൂല. കാരണം അതിന് മാത്രം വിവരം മഹമാക്കുണ്ട്. ഞാൻ വെറുതെ പറയല്ല. മഹമാക്ക ഒരു ബൈത്ത് ചൊല്ലുണ്ട്. ആ ബൈത്ത് ചൊല്ലിനതിൻ്റെ മുമ്പ് മഹമാക്ക അത് ആര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് പറയണത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ടാണ് നമ്മളെ മഹമാക്ക ഉസ്താദ് ഇത് ചൊല്ലണത്. വാസ്തവത്തിൽ അത് മുത്തുനബി പറഞ്ഞതൊന്നും അല്ല. ഇനി അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടാണ് മഹമാക്ക ഉസ്താദ് ചൊല്ലണത് എന്ന് മാത്രമല്ല, ചൊല്ലണതിലൊക്കെ തെറ്റാണ്. ഈ തെറ്റും ചൊല്ലിയിട്ടാണ് നമ്മളെ മഹമാക്ക ഉസ്താദ് പറയണത്, കിതാബ് ഓതി പഠിക്കേണ്ട സമയത്ത് കിതാബ് ഓതി പഠിക്കണടാ. ഓ ഭയങ്കര വിവര. ഞാൻ പറയല്ല, മഹമാക്ക ഉസ്താദ് പറയട്ടെ. മഹമാക്ക ഉസ്താദ് വരി. പഠിപ്പിച്ചത് കിതാബോധി പഠിക്കുന്ന കാലത്ത് കിതാബോധി പഠിക്കണോടോ. അന്ന് ആലിമീങ്ങളെ തെറി പറയുന്ന ഉലമാക്കളെ സബക്കിലിരുന്നാ കിട്ടൂല. ഉലമാ എന്ന് പറയുന്നവരെ സബക്കിലിരുന്നാ കിട്ടൂല. അവരുടെ മാംസത്തിൽ ഇത് കടുത്ത തെറ്റാണ് ഈ ചൊല്ലണത്. എന്നിട്ട് ഇയാൾ ഈ ചൊല്ലണതിന് നിങ്ങൾ കേട്ടില്ലേ, മുത്തുനബി പറഞ്ഞു പറഞ്ഞിട്ടാണ് ഇത് ചൊല്ലണത്. വാസ്തവത്തിൽ മുത്തുനബി പറഞ്ഞതല്ല. എന്നാലും ഇരിക്കട്ടെ, പിന്നെ ഇയാൾ ചൊല്ലണതോ ഫീ ലഹ്മി ലൂഫു എന്നാ ചൊല്ലേണ്ടത്. ഇത് ചൊല്ലുമ്പോൾ മൂപ്പര അഹങ്കാരം ഘട്ടങ്ങൾ കിതാബ് ഓതി പഠിക്കുന്ന സമയത്ത് കിതാബ് ഓതി പഠിക്കണടാ. ഈ തെറ്റും ചൊല്ലിയിട്ടാ ഇയാൾ ഡയലോഗ് അടിക്കണത്. എങ്ങനെയുണ്ട്? ഭയങ്കര വിവര. ഇത് ആലിമീങ്ങളോട് അയാൾ പറയണത്. കിതാബ് ഓതി പഠിക്കേണ്ട സമയത്ത് കിതാബ് ഓതി പഠിക്കണടോ എന്നൊക്കെ ആലിമീങ്ങളോട് ഇയാൾ പറയുമ്പോൾ ഇയാളെ ആ അഹങ്കാരം എത്രമാത്രം ഉണ്ട്. തീരെ വിവരമല്ല. ചുക്കും ചുണ്ണാമുതിരിയാത്ത ഒരു മഹാസാധു പടു ജാഹിലാണ് ഈ മഹമാക്ക. ഞാൻ വെറുതെ പറയല്ല. ഈ ഒരു പൊട്ടത്തരം ചൊല്ലുക. ഇയാൾ രണ്ടക്ഷരം അറബി എവിടെ കൂട്ടി വായിച്ചിട്ടുണ്ട് അവിടെയൊക്കെ തെറ്റേക്കാരും. ഇതിന് മുമ്പും തെറ്റിയത് മജീദ് ഉസ്താദ് തിരുത്തി കൊടുത്തതാണ്. മനസ്സിലായോ? എന്നിട്ട് ഈ പാച്ച പൊട്ടത്തരം പറയാനാണ് ഇയാൾ ഈ ഗ്രൂപ്പിൽ കയറി വരുന്നത്. ഇനി ഇയാൾ അതെന്നെ ആവർത്തിച്ച് ചൊല്ലണവും പറയണൊക്കെ ഉണ്ട്. ചൊല്ലണവും പറയണമെന്ന് മാത്രമല്ല, ഇയാൾ ഈ ചൊല്ലിയ ബൈത്ത് ഇയാൾ തന്നെ പറയുക. ഞാൻ ചൊല്ലുമ്പോഴാണ് അയാൾക്ക് അത് അറിയണതേ. ഉസ്താദുമാർക്കേ എവിടുന്ന ഇയാളൊക്കെ നീച്ചേനെ ഇയാൾ തന്നെ പറയണ്ടേ. നിൽക്കി അവിടെ അല്ല, ഇങ്ങോട്ട് വരി. നിൽക്കി അവിടെ അല്ല, ഇങ്ങോട്ട് വരി. വണ്ടലി നിങ്ങൾ ചാടലി ഇവിടെ പറയും. നല്ല വിവരസ്ഥനായിട്ട് ഇയാൾ പറഞ്ഞു കേട്ടോളിട്ടോ. കണ്ടില്ലേ? ഞാൻ ആ പാടിയ ബൈത്ത് ആ പദ്യം ഇയാളിപ്പോ കേൾക്കുകയാണ്. വാസ്തവത്തിൽ മഹമാക്ക ചെല്ലണ തെറ്റുണ്ടല്ലോ, ആ തെറ്റോട് കൂടി ചെല്ലുന്നത് ഉസ്താദ്മാർ ആദ്യമായിട്ട് കേൾക്കേണ്ടിക്കാരും. കാരണം അങ്ങനല്ല ബൈത്തുള്ളത്. അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ ഉസ്താദ്മാർ ചൊല്ലലും പാടലും കേൾക്കലൊക്കെ ഉണ്ട്. അത് ഹക്കാണ്. അതേ സമയത്ത് മഹമാക്കപ്പ് ഈ ചൊല്ലിയ ഈ പൊട്ടത്തരം ഉണ്ടല്ലോ, അത് ഉസ്താദ്മാർ ആദ്യമായിട്ട് തന്നെ കേൾക്കുക. കാരണം എന്താ, നിങ്ങൾ ചൊല്ലുന്ന പൊട്ടത്തരാണ്. ഈ പൊട്ടത്തരം ചൊല്ലുമ്പോൾ നിങ്ങൾ ചൊല്ലുമ്പോൾ ആദ്യമായിട്ട് തന്നെ കാര്യം കേൾക്കുക. എന്നിട്ട് ഇയാളെ ഡയലോഗ് കണ്ടോളിട്ടോ. നല്ല വിവരസ്ഥനാണ് ഇയാള്. ഞാൻ ആ പാടിയ പദ്യം ആ ബൈത്ത് ഇയാളിപ്പോ കേൾക്കാണ്. വീണ്ടും അടുത്ത പൊട്ടത്തിലാണ് പറയുന്നത് ഇന്നല്ലുവാഫ. ഇതൊക്കെ തെറ്റാണേ. എന്നിട്ട് ഇയാൾ പറയും ഞാൻ ചൊല്ലിയത് ആദ്യമായിട്ടാണ് മൂപ്പര് കേൾക്കുന്നത്. അതങ്ങനെ തന്നെ അല്ല. നിങ്ങൾ പൊട്ടത്തരം ചൊല്ലുമ്പോൾ ആദ്യമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ അങ്ങനെ കേൾക്കുന്നത്. അതെന്താ? അതിൻ്റെ മുമ്പ് നിങ്ങൾ ഈ പൊട്ടത്തരം ചൊല്ലിയിട്ടില്ല. നിങ്ങൾ ചൊല്ലുമ്പോഴല്ല ഇത് കേൾക്കുക. എന്താ മഹമാക്കാതെ എന്നിട്ട് കിതാബ് ഓതി പഠിക്കണടാ എന്ന് പറഞ്ഞ മഹമാക്ക പിന്നെ ആകണ കോല രസം വരട്ടെ. പിന്നെ ആകണ കോലം കേട്ടോളിട്ടോ. അപ്പൊ ആ പറഞ്ഞതൊക്കെ തെറ്റാണ്, ആ പാടിയതൊക്കെ തെറ്റാണ് എന്നുള്ള മൂപ്പർക്ക് മനസ്സിലായി. അത് തിരുത്തി കൊടുത്തു ഉസ്താദുമാരെ. അപ്പൊ ഉസ്താദുമാർക്ക് ഈ ബൈത്ത് നേരത്തെ അറിയാലോ. അതുകൊണ്ടാണല്ലോ ഉസ്താദുമാരെ തിരുത്തി കൊടുത്ത ഇയാൾക്ക്. അപ്പോഴാണല്ലോ ഇയാൾ തിരുത്തുന്നത്. വായന്നോറേ പിന്നെ സൈക്കിളിൽ നിന്ന് പൂണ ചിരിയായിട്ടാ പിന്നെ വരുന്നേ. മാഷാ അല്ലാ തെറ്റ് തിരുത്തി തന്നത്. എന്താ മഹമാക്ക? അപ്പം നിങ്ങളല്ലേ പറഞ്ഞേ കിതാബ് ഓതി പഠിക്കണടോ എന്നൊക്കെ പറഞ്ഞ്. അപ്പം നിങ്ങൾ പഠിച്ചിട്ട് പഠിച്ചിങ്ങനെ തഹസീലായി തേഞ്ഞിങ്ങനെ കുത്തിരിക്കുന്ന ആളല്ലേ നിങ്ങൾ? അല്ലേ മക? ഓ ഇയാളെ വർത്താനം കേട്ടാലും കണ്ടിട്ട് കിതാബ് ഓതി പഠിക്കണോട്ടോ. പാവപ്പെട്ട
എന്നോടൊന്നും അല്ല, ഞാനൊരു സാധാരണക്കാരനാണ്. പലപ്പോഴും ഇന്നെ തെറിയും ചീത്തയും പറയലുണ്ട് ഇയാളെ. എന്നോടൊക്കെ എടോ ഒന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഓക്കെ, ഞാനൊരു സാധാരണക്കാരനാണ്. വലിയ ഉസ്താദുമാരോട് ഇയാളാ പറയണതേ, ഇയാളെ അഹങ്കാരം എത്ര ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. എടോ എന്നൊക്കെ വിളിക്കുക, മജീദേ എടോ, ഇങ്ങനെയൊക്കെയാണ് ഇയാളെ ശൈലി. എവിടുന്നത് പഠിച്ചത്? കോമാടി ജാലത്തുല്ലാൻ്റെ ഒക്കെ പഠിച്ചതാ. മഹാനരായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിനെ വരെ തെറി പറഞ്ഞ കോമാടൻ്റെ അനുയായിയാണ് ഈ മയമാക്ക. ഇയാളെ തൊള്ളി കൂടെ പോകുന്ന തെറി ഇഷ്ടം പോലെ ഉണ്ട്, യഥേഷ്ടമുണ്ട് ഇയാളെ തൊള്ളി കൂടെ പോകുന്ന തെറി. അപ്പോൾ ആ പൊട്ടത്തരം ചൊല്ലിയിട്ട് ഇത് ഞാൻ ചൊല്ലുമ്പോഴാണ് ആദ്യമായിട്ട് ഇയാൾ കേൾക്കണമെന്നൊക്കെ ഉള്ള അഹങ്കാരത്തിൻ്റെ വർത്താനം പറഞ്ഞ മയമാക്കിയാണ് ഈ ഘോരത്തിലായത്. മാഷാ അല്ലാ, തെറ്റ് തിരുത്തി തന്നതിന് സന്തോഷം. ഞാൻ കേട്ട റിവായത്ത് നിങ്ങൾ കേട്ട റിവായത്തല്ല, ഉള്ള പോലെ ചെല്ലണം. ഇതൊക്കെ നിങ്ങൾ കേട്ടതൊക്കെ പറയല വൈത്ത് പറഞ്ഞാണ്ട് മഹാന്മാരുടെ പേരിൽ. എവിടെ ഞങ്ങൾ തിരിച്ചു തരുന്നത്? പഠിച്ചിട്ടാണ് വരിക, അല്ലെങ്കിൽ പഠിപ്പിച്ചാണ് തരും. മനസ്സിലായില്ലേ? തിരുത്തിപ്പിച്ചും കളക്കൊണ്ടേ അഹങ്കാരമൊക്കെ അവിടെ പാത്തച്ചാളി. ഓക്കെ. കുരുവട്ടൂരിൻ്റെ മുരീദ്, കുരുവട്ടൂർ ഷെയ്ഖ് അബ്ദുള്ളാൻ്റെ വെള്ളം കുടിച്ചതിന് ശേഷം തല തിരിഞ്ഞു പോയ കാക്കയാണ് മേമാക്ക ലിംഗ മുഹമ്മദ്. എനിക്ക് നല്ല കൃത്യമായ മറുപടി തന്നെയാണ് ഷാജാൻ ഭായി കൊടുത്തിട്ടുള്ളത്. പിന്നെ ആ കൂട്ടത്തിലൊരു അഹങ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ പറയാറുണ്ട്, ഈ വളഞ്ഞ കോലിന് നേർക്കുനേരല്ല നീലുണ്ടാവില്ല. ഈ പറഞ്ഞതുപോലെ തന്നെ ഷെയ്ഖെന്നെ വളഞ്ഞുകൊണ്ടാണ്. അഹങ്കാരത്തിന് കൈയും കാലം വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഷെയ്ഖ്. ഷെയ്ഖും മുരീദുകളും അങ്ങനെ തന്നെ. അളിയൻ സമ്മതൊക്കെ സംസാരിക്കണം. പമ്പേസ് മൗല കിശേരിക്കാരൻ പമ്പേസിൻ്റെ ഒക്കെ സംസാരത്തിൽ കണ്ടില്ലേ, പാട്ട് പാടെങ്കിൽ തന്നെ എടോ പോടുമെന്നാണ് ഇങ്ങോട്ടുള്ള പാട്ടേ പാടുള്ളൂ അതിന്. അപ്പോൾ ഷെയ്ഖ് എങ്ങനെയാണ് ആരെയും ഇവനാരാ ഇവനേതാ എന്ന് ചോദിച്ചിട്ടുള്ള സംസാരിക്കുള്ളൂ. ഈ എ പി ഉസ്താദിനെ തന്നെ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമ എ പി ഉസ്താദിനെ തന്നെ വിമർശിക്കുകയാണെങ്കിലും ഇവൻ അവൻ എന്നൊക്കെ തുടങ്ങിയുള്ള പദപ്രയോഗങ്ങളാണ് ഷെയ്ഖിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുള്ളത്. അപ്പോൾ ആ ഷെയ്ഖിൻ്റെ മുരീദുകളായ ആളുകൾ എത്രത്തോളം ഉണ്ടാകും? 6 മുളത്തിൻ്റെ പൗതിയല്ലേ 3 ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി.